ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രിക് ഓട്ടോ ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ചോള മോട്ടോഴ്സിൻ്റെ മുന്നിലാണ്. മഹീന്ദ്രേൻ്റെ ഷോറൂമാണിത്. സ്ഥിതി അറിയില്ല, പന്തലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും പുതിയ വണ്ടിയൊക്കെ കാണുന്നുണ്ട്, എന്താ ചോദിച്ചു നോക്കാം. ഹലോ മേഡം, ഇതെന്താ പരിപാടി ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ട്? ഇത് ഒരു ലോൺ ആൻഡ് എക്സ്ചേഞ്ച് മേളയാണ്. മഹീന്ദ്രയുടെ ലോൺ ആൻഡ് എക്സ്ചേഞ്ച് മേള, ഒരു 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അതെ. അപ്പൊ ഏതെല്ലാം വണ്ടി എടുക്കും എക്സ്ചേഞ്ച് ചെയ്യാൻ? കസ്റ്റമർ പുതിയ ഒരാളെ വരികയാണ്, ഇപ്പൊ വണ്ടി ഡീസൽ വണ്ടിയൊക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുമോ? ഓ, തീർച്ചയായിട്ടും. ഇതിപ്പോ ഏതാ മോഡല്? പുതിയ വന്ന മോഡലാ? ഇതിപ്പോ പുതിയതാണ്. ട്രിയോ പ്ലസ് SM മെറ്റൽ ബോഡിയിലേക്ക് മാറി വന്നതാണ്. ഇതുവരെ നമുക്ക് ഫൈബർ ബോഡിയിലുള്ള വണ്ടി വന്നത്, അപ്പൊ ഇതിപ്പോ മെറ്റൽ ബോഡിയിലേക്ക് മാറിയതാണ്. ഇപ്പോ നമുക്കിപ്പോ പഴയ മുൻപേ എടുത്ത ഒരു കസ്റ്റമേഴ്സിന് ഒരു പുതിയൊരു ഓഫറും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളെ മുൻപേ ഇവിടുന്ന് ഫസ്റ്റ് ട്രിയോ 1.0 വണ്ടി എടുത്ത ആളുകൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ വണ്ടിയിലേക്ക് മാറാവുന്നതാണ്. അങ്ങനെ ഒരു പുതിയൊരു സ്കീമും കൂടെ ഈ മാസം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. അത് ഈ മാസം മാത്രമാണോ? അത് ഈ മാസം വരെയാണ്. ഈ മാസം 30-ാം തീയതിന്റെ ഉള്ളിൽ റീറ്റെയിൽ ചെയ്യുന്ന വണ്ടികൾക്ക് എന്നാണ് ഒരു സ്കീം തന്നിട്ടുള്ളത്. പഴയ മോഡലെല്ലാം തിരിച്ചെടുക്കും? പഴയ മോഡലൊക്കെ തിരിച്ചെടുക്കും. 1.0 വണ്ടികളെല്ലാം നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. 2019 അതെ അതെ, തുടക്കത്തിൽ ഇറങ്ങിയ ആ ഫസ്റ്റത്തെ ട്രിയോകൾ 1.0 വണ്ടികളെല്ലാം തിരിച്ചെടുക്കുന്നു. നമ്മൾ എടുക്കുന്ന ഇപ്പൊ ബൈബാക്ക് എന്ന് പറഞ്ഞൊരു സ്കീമാണ്. 70,000 രൂപയ്ക്കാണ് നമ്മള് കമ്പനി വണ്ടി തിരിച്ചെടുക്കുന്നത്. മഹീന്ദ്ര വണ്ടി തിരിച്ചെടുത്തിട്ട് പുതിയ വണ്ടിയിലേക്ക് മാറാം. ഈ പുതിയ വണ്ടി എങ്ങനെയാ വെച്ചാൽ ശരിക്കും ലോൺ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷീറ്റ് മെറ്റൽ ബോഡി എടുക്കാൻ വേണ്ടി പറ്റും. 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ. അപ്പൊ പഴയ വണ്ടി നമ്മൾ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ 70 പഴയ വണ്ടിക്ക് കിട്ടുന്നുണ്ടല്ലോ, 70,000 രൂപ പഴയ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ 30 മതി ഇത് ശരിക്കും പുതിയ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ 30,000 രൂപ ഉണ്ടെങ്കിൽ ഈ പുതിയ മെറ്റൽ വണ്ടി സ്വന്തമാക്കാം. അതെ. അപ്പൊ ലോണൊക്കെ ഏതായിരിക്കും വരിക? ലോണ് നമ്മളിപ്പോ എല്ലാ ഫിനാൻസും ചെയ്യുന്നുണ്ട്. ആദ്യം 1-2 ഫിനാൻസ് മാത്രമായിരുന്നു ട്രിയോക്ക് ലോൺ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ഫിനാൻസും ട്രിയോക്ക് ലോൺ ചെയ്യുന്നുണ്ട്. പുതിയ 1-2 ഫിനാൻസും കൂടെ വന്നിട്ടുണ്ട്, നല്ല നല്ല സ്കീമുകളായിട്ട്. ഇപ്പൊ ഈ എല്ലാവരും ഗ്യാരണ്ടർ, ലാൻഡ് ടാക്സ് അങ്ങനെ കുറെ പ്രശ്നം പറയുന്നവരുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്കിപ്പോ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഫിനാൻസിന് അടവ് എത്ര മാസം വരിക? അത് നമുക്ക് മാഡം പറഞ്ഞു. മാഡം എത്ര അടവ് വരിക മാസം പന്തില്? ഫിനാൻസ് നമുക്ക് 2 ഫിനാൻസ് വരുന്നുണ്ട്. അതിൽ ഒന്ന് മഹീന്ദ്ര ഫിനാൻസും പിന്നെ ഇപ്പൊ ടെർണോ എന്ന് പറഞ്ഞിട്ട് വിവൃതി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനാൻസ് കൂടെ വരുന്നുണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ 10,700 എമൗണ്ട് വരുന്നത്. മഹീന്ദ്ര ഫിനാൻസ് ആണെങ്കിൽ ഏകദേശം ഒരു 11,200. പിന്നെ ശ്രീരാം കൂടെ ഉണ്ട് കേട്ടോ, സോറി അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുതരാം. ശ്രീരാം ഫിനാൻസ് ഏകദേശം ആ ഒരു റേഞ്ചിലാണ്, 11 രൂപേന്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഇതിന്റെ മൈലേജ് എത്ര വരുന്നത് മെറ്റൽ ബോഡിന്റെ? ഇത് നമുക്ക് ഫുൾ ചാർജില് 150 കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത്, റേഞ്ച് വരുന്നത്. അതെ അതെ അതെ. ഈ മെറ്റൽ ബോഡിന്റെ വില എത്ര വരുന്നത്? ഓൺ റോഡ് വണ്ടീന്റെ റേറ്റ് വരുന്നത് 3,78,911 ആണ് വണ്ടിക്ക് ഓൺ റോഡ് റേറ്റ് വരുന്നത്. ഈ മാസം നമുക്കൊരു സ്കീം ഉണ്ട്, ഒരു 14,837 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വണ്ടി ലോഞ്ച് ചെയ്തത് കഴിഞ്ഞ മാസം ആണ്. അപ്പം ആ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്കീമാണ്, അതുകൊണ്ടുള്ള ഒരു ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അപ്പം ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 3,64 വരും. 3,64 നമുക്ക് ഈ മാസം വണ്ടി എടുക്കാവുന്നതാണ്. ഈ ജീത്തോ വണ്ടിക്കൊക്കെ ഓഫർ ഉണ്ടോ? 582 ആണ് വണ്ടിക്ക് ഓൺ റോഡ് റേറ്റ് വരുന്നത്. 582 നമുക്ക് നല്ലൊരു കസ്റ്റമർ ഓഫർ ഒക്കെ വരുന്നുണ്ട് ജീറ്റോക്ക്. ജീറ്റോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. സ്റ്റാൻഡിൽ ഓടുന്ന ആളുകള്, ഒട്ടുമിക്ക ആളുകൾ ഇപ്പൊ 3 വീലറിൽ നിന്ന് 4 വീലറിലേക്ക് മാറുകയാണ്. അപ്പം അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വണ്ടിയാണ് ജീറ്റോ എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന വണ്ടിയാണ്, പവർ ഉള്ള വണ്ടിയാണ്, നല്ല ലോഡൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നല്ല 100% ലോണും ചെയ്യാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് ഈ ജീറ്റോ എന്ന് പറഞ്ഞ വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റും. മൈലേജ് വരും. ജീറ്റോ നമുക്ക് ഡീസലിലും CNG-യിലും അവൈലബിൾ ആണ്. ഡീസലിൽ വരുന്ന സമയത്ത് 32 ആണ് മൈലേജ് കിട്ടുന്നത്. CNG-യിൽ വരുമ്പോൾ 35 മൈലേജ് വരും. ഇപ്പൊ ജീറ്റോന്റെ കേസിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ് ജീറ്റോ ഇപ്പൊ നിലവിലുള്ളതിൽ വെച്ചിട്ട്. അപ്പൊ CNG-ക്ക് എത്ര വില ഉണ്ടാവും? CNG-ക്ക് റേറ്റ് വരുന്നത് ഓൺ റോഡ് 555 ആണ്. അതിൽ നമുക്ക് 35,500 എടുത്ത് നോർമൽ ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ വരുന്നുണ്ട്. ഈ മാസം എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഓഫറാണ്? അതെ അതെ, ഇതൊക്കെ ഓഫറാണ്. ഓഫർ ബേസിൽ ഈ പറഞ്ഞ ഗുഡ്സ് ഒക്കെ ഓഫറിൽ പെട്ടാണ്. എല്ലാ വണ്ടികൾക്കും നിലവിൽ കസ്റ്റമർ ഓഫർ, നല്ല രീതിയിൽ ഓഫർ ഉണ്ട്. ഈ ഗുഡ്സിന് എന്താ വരിക? ഇതിന് ഓൺ റോഡ് 382 ആണ്. 382. അതെ അതെ അതെ.
ഇലക്ട്രിക് അല്ലേ? ഇലക്ട്രിക് ഗുഡ്സ് ഇപ്പോ എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറുന്ന അറിയാലോ. കുറച്ചുകൂടെ നമുക്ക് ലാഭം, നമ്മൾ ഡീസലും CNG ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെലവ് വളരെ കുറവുള്ള ഇലക്ട്രിക്കലാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള 5 അടി ലെങ്ത് വരുന്ന വണ്ടിയാണ്. 5 അടി ലെങ്ത് വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ ഐസ്ക്രീം, ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ പറ്റുന്ന സ്യൂട്ടായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിന് എത്ര മൈലേജ് വരുന്നത്? മൈലേജ് വരുന്നത് ഫുൾ ചാർജിൽ 100 കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത്. ലോഡിംഗ് കപ്പാസിറ്റി ഒക്കെ എത്രയാ കമ്പനി പറയുന്നത്? ലോഡിംഗ് കപ്പാസിറ്റി കമ്പനി പറയുന്നത് 500 ആണ്. പക്ഷെ നമ്മള് ഒരു 700-750 ഈ ഗ്യാസ് സപ്ലൈക്ക് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടി. ഒരു 10 സിലിണ്ടറിന്റെ അടുത്തൊക്കെ വെച്ച് പോകുന്നുണ്ട് കസ്റ്റമേഴ്സ്. ഇതിന് ഡീസലും കാര്യങ്ങളൊക്കെ ഓഫർ ഉണ്ടോ? ഓ, നമുക്ക് ഇപ്പൊ എല്ലാ വണ്ടികൾക്കും സ്കീം വരുന്നുണ്ട്. ഉള്ളോട്ട് വരും വണ്ടികൾ ഇവിടെ. കോംഫിന്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത് 3,46,000 ആണ്. നമുക്ക് നല്ലൊരു സ്കീം കോംഫിക്ക് ഈ മാസം ഉണ്ട്. അതുപോലെ ഇതതിന്റെ ഗുഡ്സ് ആണ്. അൽഫ പ്ലസ് വരുന്നത് 3,39 ആണ് ഓൺ റോഡ് റേറ്റ് വരുന്നത്. ഇതിനും സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് നിലവിൽ ഇപ്പൊ അൽഫയുടെ CNG ഉണ്ട്. ഇനി വരാൻ പോകുന്നത് CNG പ്ലസ് പെട്രോൾ ആയിട്ടുള്ള ഡിയോ എന്ന് പറഞ്ഞ അൽഫ ഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനിയിപ്പോ വരാൻ പോകുന്നുണ്ട്. അതിപ്പോ അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ ലോഞ്ച് ചെയ്യും. അപ്പൊ നിലവിൽ നമുക്ക് ഡീസലും CNG മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്.